അയോധ്യയിൽ ഇനിയൊരു മസ്ജിദ് ഉയരാനുള്ള സാധ്യതകൾ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയോധ്യ മസ്ജിദ് നിർമ്മാണ കമ്മിറ്റിക്ക് 4 വർഷം കൊണ്ട് ഇപ്പോൾ പിരിച്ചെടുക്കാനായത് 1 കോടി രൂപ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പല സമിതികളും പിരിച്ചുവിട്ടുകൊണ്ട് IIFC രംഗത്ത് വന്നിരിക്കുന്നു. സമുദായത്തിനും സംഘടനയ്ക്കും നാണക്കേടുണ്ടാക്കി എന്നാണ് ഇവർ കണ്ടെത്തുന്ന വാദവും. ബാബറി മസ്ജിദിന് പകരമായി സുപ്രീം കോടതി വിധിയിലൂടെ അയോധ്യയിൽ പുതിയ പള്ളി നിർമ്മിക്കുന്നതിനുള്ള സമിതികൾ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നു. ധനിപൂരിൽ 5 ഏക്കർ സ്ഥലം കേന്ദ്ര സർക്കാർ അനുവദിച്ച് 4 വർഷമായിട്ടും 1 കോടി രൂപ മാത്രം സമാഹരിക്കാനേ സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് രൂപീകരിച്ച ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷന്റെ കീഴിലുള്ള 4 സമിതികൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇത് സംഘടനയ്ക്കും സമുദായത്തിനും നാണക്കേടുണ്ടാക്കി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കമ്മിറ്റികളെല്ലാം പിരിച്ചുവിടുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഫിനാൻസ് വികസന പ്രചരണ സമിതികളാണ് പിരിച്ചുവിട്ടിട്ടുള്ളത്. പ്രവാസി ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് വിദേശത്ത് നിന്നും പണം പിരിക്കാൻ അനുമതി തേടിയുള്ള ശ്രമത്തിലാണ് ഫൗണ്ടേഷൻ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. രാമക്ഷേത്രം എന്നാൽ കഴിഞ്ഞ ജനുവരി 22-ന് തുറന്നു കൊടുക്കുകയും ചെയ്തു. 4 കമ്മിറ്റികളും കൃത്യമായി പ്രവർത്തിച്ചില്ലെന്നും അതാണ് കടുത്ത നടപടികളിലേക്ക് സംഘടന കടക്കുന്നതെന്നും IIFC സെക്രട്ടറി അതാർ ഹുസൈൻ വ്യക്തമാക്കുന്നുണ്ട്. 19-ന് ലക്നൌവിൽ നടന്ന ട്രസ്റ്റ് യോഗത്തിന് ശേഷമാണ് കമ്മിറ്റികൾ പിരിച്ചുവിട്ടതെന്നും അദ്ദേഹം PTIയോട് പ്രതികരിച്ചു. അയോധ്യയിൽ ഇന്ത്യ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന പള്ളിക്ക് മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദ് എന്ന പേര് മാറ്റിയിരുന്നു. നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട മസ്ജിദിനെ അയോധ്യ എന്ന പേര് മാറ്റിയതായി ഫൗണ്ടേഷൻ ഭാരവാഹികൾ ഈ വർഷം ആദ്യമാണ് വ്യക്തമാക്കിയത്. പള്ളിയുടെ ആദ്യത്തെ ഡിസൈൻ സംബന്ധിച്ചും ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ രൂപരേഖയും പൂർണ്ണമായി മാറ്റി. മസ്ജിദ് പോലെ തോന്നിക്കുന്നില്ല എന്ന അഭിപ്രായത്തെ തുടർന്നാണ് ഈ ഡിസൈൻ തന്നെ മാറ്റുന്നത്. 5 മിനാരങ്ങളോട് കൂടിയതാണ് പുതിയ ഡിസൈൻ എന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രവാചകന്റെ പേരിൽ നിർമ്മിക്കുന്ന പള്ളി രാജ്യത്തെ ഏറ്റവും വലിയ മസ്ജിദ് ആയിരിക്കുമെന്നൊക്കെയാണ് ഫൗണ്ടേഷൻ ഭാരവാഹികൾ നേരത്തെ പറഞ്ഞിരുന്നത്. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞിരുന്നു. എന്നാൽ ധനസമാഹരണത്തിന് ആരും സഹകരിച്ചില്ല. ക്യാൻസർ ആശുപത്രി, സാമൂഹ്യ അടുക്കള, ഗവേഷണ കേന്ദ്രം എന്നിവയെല്ലാം പള്ളിയോടനുബന്ധിച്ച് പണിയുമെന്നും ഒക്കെ വാദമുണ്ടായിരുന്നു. ഏതായാലും 1 കോടി രൂപ മാത്രമാണ് ഇത്രയും കാലത്തിനിടയിൽ ഇവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത്. ഇനി പ്രവാസി ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് വിദേശത്തു നിന്ന് പണം പിരിക്കാൻ അനുമതി നേടാനുള്ള ശ്രമത്തിലാണ് ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ ഇതിനായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും എല്ലാ വിശദാംശങ്ങളും ട്രസ്റ്റ് മാർച്ചിൽ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മുഴുവൻ ശ്രദ്ധയും ആവശ്യമായ അനുമതികൾ നേടി മസ്ജിദ് നിർമ്മാണ പദ്ധതി വേഗത്തിലാക്കാനാണ് എന്നാണ് IICF സെക്രട്ടറി അത്താർ ഹുസൈൻ PTIയോട് പറയുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ, അതിനുള്ള അനുമതി നൽകിയില്ലെങ്കിൽ ഇവരുടെ പള്ളി പണിയുക എന്ന ആശയം തന്നെ ഇല്ലാതായി പോകും. പള്ളി പണിയാനുള്ള സാധ്യതകൾ തന്നെ കുറഞ്ഞു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.